Dear students, again welcome back to Riju and PSK Tele classes. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരു നല്ല ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിരിക്കുക. എ മെറ്റൽ റോഡ് പി ക്യൂ, ദിസ് ഈസ് എ മെറ്റൽ റോഡ് പി ക്യൂ. കാണാൻ വേണ്ടി കുറച്ച് മാറ്റി വരച്ചിട്ടുണ്ട്. ദിസ് ബി പി ക്യൂ ഇറ്റ്സ് മൂവിങ് ടുവാർഡ്സ് റൈറ്റ് വിത്ത് വെലോസിറ്റി വി ആൻഡ് ലെങ്ത് എൽ. ലെങ്ത് എൽ ആണ്, അതിൻ്റെ ലെങ്ത് എൽ ആണ്. ഓക്കെ, with the velocity v on a two parallel rays AB and CD, and this is the AB and CD. This is AB and this is CD. Carrying, and here you can see another current carrying wire XY, carrying current capital I എന്ന് പറഞ്ഞ current XY ലൂടെ flow ചെയ്യുന്നു. Resistance R is connected between the rail as shown. ഇവിടുത്തെ റെസിസ്റ്റൻസ് R ആണ്. അപ്പോൾ ടോട്ടൽ സർക്യൂട്ടിൻ്റെ ഈ ക്ലോസ്ഡ് പാത്തിൻ്റെ റെസിസ്റ്റൻസ് R ആണ്. ഇതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണ്. And the velocity of the rod peak is kept constant by applying a force കൊടുത്തത്. കാരണം നമുക്കറിയാം, സാധാരണ നമ്മൾ മോസ്റ്റ്ലി EMF കാരണം ആസ് പെർ ദ ലെൻസസിലും അവിടെ ഒരു ഒപ്പോസിറ്റ് ഉണ്ടാവും. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യണമെങ്കിൽ ടോട്ടൽ ഫോഴ്സ് 0 ആവണം. അപ്പം നമ്മൾ പണ്ട് പഠിച്ച ഈ ഫോഴ്സിൻ ബി സ്ക്വയർ എൽ സ്ക്വയർ വി ബൈ ആറിനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് കൊടുത്തിട്ട് ഇതിനെ കോൺസ്റ്റൻറ്റ് ഫോഴ്സിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And here the first question is obtain the expression for the current induced. അപ്പോൾ കറണ്ട് ഇൻഡ്യൂസ്ഡ് കാണാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂസ്ഡ് EMF ബൈ റെസിസ്റ്റൻസ് ആണ്. The resistance is R, capital R. Okay, but how will you calculate the induced EMF? Induced EMF is equal to a rate of change of flux, അല്ലേ, d∅ by dt. അപ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ് ആദ്യം കാൽക്കുലേറ്റ്. ചേഞ്ച് ഇൻ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം അല്ല. ഇത് കറണ്ട് ക്യാരിങ് വയർ മറ്റു സാധാരണ കേസിൽ നമ്മൾ എന്താ പറയുക, ബി ഈസ് ദ കോൺസ്റ്റൻറ്റ് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് പറയുക. ബട്ട് ഹിയർ ബി ഈസ് വേരിയിങ്. കറണ്ട് ക്യാരിങ് വയർ കാരണം തൊട്ടടുത്ത് നല്ല സ്ട്രോങ് ഫീൽഡും അകലം കൂടുന്നതും ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു വൈ ഡയറക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിൽ മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്നു. രണ്ടാമത്തെ കഥ, ആസ് ടൈം ഇൻക്രീസസ്, ടൈം കൂടുന്നതിനനുസരിച്ച് ഇവിടുത്തെ ഏരിയ കൂടുന്നു. അങ്ങനെയാണ് ഫ്ലക്സിൻ്റെ ചേഞ്ച് വരുന്നത്. അപ്പോൾ നമ്മൾ ആ രണ്ട് വേരിയബിൾസിനും ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് കാണാൻ വേണ്ടി ഇൻഡ്യൂസ്ഡ് EMF കാൽക്കുലേറ്റ് ചെയ്യും. ഇൻഡ്യൂസ്ഡ് EMF കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ചേഞ്ച് ഇൻ ഫ്ലക്സിന് വേണ്ടി ടോട്ടൽ ഫ്ലക്സ്, ഇൻസ്റ്റൻറ്റേനിയസ് ഫ്ലക്സ് ചെയ്യുന്നു. അതിൻ്റെ d∅ by dt കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ സൊല്യൂഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഭാഗം ക്ലിയർ ചെയ്യും. നിങ്ങൾക്കത് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വരച്ചു എന്നേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്കത് വരച്ചെടുക്കാവുന്നതാണ്. ഫിഗർ വീഡിയോ പോസ് ചെയ്തിട്ട് വരച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, നോക്കൂ, ഇവിടെ ഫീൽഡ് ബി യൂണിഫോം അല്ല, നോൺ യൂണിഫോമാണ്. നോൺ യൂണിഫോം ആവുന്ന കേസിൽ നമ്മളെപ്പോഴും ഇൻ്റഗ്രേഷൻ മെത്തേഡാണ് ഫോളോ ചെയ്യുക. എപ്പോഴും ചെറിയ ഒരു ഏരിയ, ഇവിടെ നമ്മൾ ഏരിയ എടുക്കുന്നത് ചെറിയൊരു ഏരിയ എലമെൻ്റ് എടുക്കുന്നു. ആ ഏരിയ എലമെൻറ്റിൽ ഉള്ള ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ടോട്ടൽ ഫ്ലക്സിലോട്ട് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിതിൻ്റെ സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. ഇവിടെ നമുക്ക് ഈ ലെങ്ത് എ ആണെന്ന് പറഞ്ഞു, ഈ ലെങ്ത് എൽ ആണ്, ഇത് എ ആണ്, ഇത് എൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഐ എം ഗോയിങ് ടു കൺസിഡർ സ്മോൾ ഏരിയ എലമെൻറ്റ്. കണ്ടോ, ഒരു ചെറിയ സ്മോൾ ഏരിയ എലമെൻ്റ് എടുത്തു. ഓക്കെ, അതിൻ്റെ വിടുത്ത്, ഈ ഒരു വിടുത്ത് എന്ന് പറയുന്നത് DX. ഓക്കെ, എത്ര ദൂരത്താണത്? വയറിൽ നിന്ന് X ദൂരത്ത്. ഓക്കെ, ഐ എം ഗോയിങ് ടു കൺസിഡർ സ്മോൾ ഏരിയ എലമെൻറ്റ് ഓഫ് വിഡ്ത്ത് DX അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് X. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ഈ ഒരു നമ്മുടെ റോഡ് PQ എന്ന് പറഞ്ഞ റോഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഫിക്സഡ് റെസിസ്റ്റൻസിൽ നിന്ന് അല്ലെങ്കിൽ AC എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് ആ PQ എന്ന് പറഞ്ഞ ഭാഗം ഒരു പ്രത്യേക ടൈമിൽ R ദൂരത്താണ്. രണ്ട് ഡിസ്റ്റൻസ് ഉണ്ട്. Xൽ R ദൂരത്താണ് നമ്മുടെ PQ എന്ന് പറഞ്ഞ റോഡ് നിൽക്കുന്നത്. ആസ് ടൈം ഗോസ് ഓൺ ഇറ്റ് വിൽ മൂവ് വിത്ത് ദ വെലോസിറ്റി v where v is equal to dr by dt. ആ ഡയറക്ഷൻ, X ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് R ആണ്, പൊസിഷൻ R ആണ്, അത് മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം അല്ല, നോൺ യൂണിഫോം സ്ട്രേറ്റ് വയർ കാരണം, അതുകൊണ്ട് ഞാൻ അതിന് എന്തെടുത്തു, അവിടുത്തെ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ X ദൂരത്ത് DX എന്ന് പറയുന്നൊരു ഏരിയ എലമെൻ്റ് എടുത്തു. ആ ഏരിയ എത്ര എന്ന് വെച്ചാൽ ദ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ദാറ്റ് ഈസ് ഇറ്റ്സ് ഏരിയ, സ്മോൾ ഏരിയ, ഇറ്റ്സ് സ്മോൾ ഏരിയ വിൽ ബി R into dx. ആ ചെറിയ ആ യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ആ ഭാഗത്തുള്ള ആ ചെറിയ ഫ്ലക്സ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാ. Therefore, small flux through that small area
is equal d phi is equal to BA. B into area is RDX. Okay, that is RDX എന്നുള്ളത് ഏരിയ ആണ്. വാട്ട് അബൌട്ട് ദ ബി? സ്ട്രൈറ്റ് വയർ കാരണം എക്സ് ദൂരത്ത് അവിടെ നമ്മൾ എടുത്തിട്ടുള്ള അല്ലേ, എക്സ് ദൂരത്ത് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്ര വരിക? mu0 I divided by 2 pi x. This will be the magnetic field. Okay, this will be the magnetic field, so that you are getting that flux through that small area will be mu0 I by 2 pi x into RDX. Okay, therefore I am going to calculate the total flux. Total flux കാണാൻ ചെറിയ ഫ്ലക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ലിമിറ്റ് ശ്രദ്ധിക്കണേ, എവിടെ നിന്നൊട്ടാണ് ഈ ഏരിയ എലമെൻറ്റ് വരിക? എക്സ് എവിടുന്ന വേരി ചെയ്യുക? ഇതാ ഈ ഒരു പാർട്ടിൽ നിന്ന് ഈ ഒരു പാർട്ട് മുതൽ ഇതുവരെ വേണം. ഓക്കെ, ദർഫോർ എക്സ് വേരീസ് ഫ്രം എ മുതൽ എ പ്ലസ് എൽ വരെ ഉണ്ടോ? ഇത് എ ആണ്, ഇത് എൽ ആണ്. അപ്പോൾ എ മുതൽ എത്ര വരും? എ പ്ലസ് എൽ വരെ. ആ ലിമിറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ദർഫോർ ഐ എം ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ആസ് mu0 I കോൺസ്റ്റൻ്റ് ആണ്. അത് പ്രത്യേക സമയത്താണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ, അതുകൊണ്ട് ആ ടൈമിൽ 6 കോൺസ്റ്റൻ്റ് ഡിവൈഡഡ് ബൈ 2 പൈ ഇൻറ്റു ഇൻ്റഗ്രൽ ആരൊക്കെ വന്നു? മുകളിൽ ഡി എക്സ് ഉണ്ട്, താഴത്ത് എക്സ് ഉണ്ട്. ഓക്കെ, ലിസൺ, ലിമിറ്റ് മറക്കണ്ട. ലിമിറ്റ് ഈസ് ഫ്രം എ ടു എ പ്ലസ് എൽ. എ മുതൽ എ പ്ലസ് എൽ വരെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്: mu0 I r divided by 2 pi constant into what is integral dx by x, that is ln x. ln x ലിമിറ്റ് കൊടുക്കണം നമുക്ക്. ലിമിറ്റ് വരുന്നത് എ മുതൽ എ പ്ലസ് എൽ വരെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എക്സിന് എ പ്ലസ് എൽ കൊടുക്കും, therefore ln a പ്ലസ് എൽ വരും. മൈനസ് എക്സിന് നമ്മൾ എ കൊടുക്കും, therefore മൈനസ് എ. അപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബി നമ്മൾ പരിചയമുള്ളത്. therefore you are getting the last equation for the flux. ഫ്ലക്സിൻ്റെ ലാസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെ വരിക: mu0 I r divided by 2 pi into ln a plus l divided by a. This will be your total flux. ഇപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് ഫ്ലക്സാ, ബട്ട് ദേ ആർ ആസ്കിങ് ഫോർ ദി EMF അല്ലേ. EMF കിട്ടാൻ ഇതിനെന്ത് ചെയ്താൽ മതി? d phi by dt with respect to time ഡെറിവേറ്റീവ് കണ്ടാൽ മതി. therefore I am going to find the EMF here, that is nothing but the minus d phi by dt. This negative sign represents the ലെൻസസിൽ ഒപ്പോസ് ചെയ്യുന്നുള്ള EMF ഡയറക്ഷൻ തരുന്നതാ. ഇതിൽ വിത്ത് റെസ്പെക്ട് ടു ടൈം ഫ്ലക്സിൻ്റെ ഇക്വേഷനിൽ mu0 I 2 pi ln a plus l by l എല്ലാം കോൺസ്റ്റൻ്റ്. ഓൺലി ദ വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ടൈം ഈസ് ദിസ് r അല്ലേ. ടൈം കൂടുന്നതിനനുസരിച്ച് ഈ r എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. therefore അത് ചെയ്യുന്ന സമയത്ത് ദ mu0 I ഓക്കെ ഡിവൈഡഡ് ബൈ 2 pi ഓക്കെ ln a plus l ഡിവൈഡഡ് ബൈ a. അതുവരെ നമ്മൾ എഴുതി. ഇതാണ് വേരിയബിൾ. അപ്പോൾ അതിൻ്റെ മാത്രം ഡെറിവേറ്റീവ് കണ്ടാൽ മതി. dr by dt എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ആ എക്സ് ഡയറക്ഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി വെലോസിറ്റി v വിത്ത് വിച്ച് ദ റോഡ് ഈസ് മൂവിങ്. therefore I am writing dr by dt-ക്ക് പകരം v എന്ന് കൊടുക്കുന്നു. therefore it will be mu0 I v by 2 pi into ln a plus l by a. This is EMF. And what about the first question? They are asking for the induced current. Induced current കിട്ടാൻ EMF by resistance കൊടുക്കണം. അപ്പോൾ അത് കൊടുത്തെഴുതുമ്പോൾ ഓക്കെ induced current is equal to this one divided by resistance. ഞാൻ നെഗറ്റീവോട് ഒഴിവാക്കുകയാണ് കേട്ടോ, ഡയറക്ഷൻ സ്ട്രെസ് ചെയ്യാൻ മാഗ്നിറ്റ്യൂഡ് മാത്രമേ നോക്കുന്നുള്ളൂ. therefore I am getting it as mu0 I okay no v divided by 2 pi into ln a plus l divided by a. okay, this is the EMF. കറണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? റെസിസ്റ്റൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. therefore mu0 IV by 2 pi r into ln a plus l by a. this is the equation for the കറണ്ട് ഇൻഡ്യൂസ്ഡ്. വേരിയബിൾ ആണ് ഫീൽഡ്, അതുകൊണ്ടാണ് ഈ കേസ് വന്നിട്ടുള്ളത്. നമ്മൾ ചെയ്യാൻ വേണ്ടി പോണത് obtain the expression for the force to be applied on the rod PQ to keep its velocity. ഈ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ട obtain the expression for that force. ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കൊടുക്കാൻ വേണ്ടി പോവുക. ഇതിൽ ഞാൻ ഒരു ചെറിയ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത്, ഒന്ന് കറണ്ട്, അടുത്ത കറണ്ട് ഇൻഡ്യൂസ്ഡ്. ദിസ് ഇസ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ XY വയർ. ദിസ് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇൻ ദി സ്ക്വയർ ഫ്രെയിം. എന്താണ്
എന്താണ് PQ പറഞ്ഞ റോഡ് മൂവ് ചെയ്യുന്ന കാരണം ഇൻഡ്യൂസ് ചെയ്ത മുകളിലെ കോയിൽ ഇൻഡ്യൂസ് ചെയ്ത കറണ്ടാണ്. ഓക്കെ, ഇന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഈ ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഓൾമോസ്റ്റ് സെയിം വേരിയബിൾ ആയതുകൊണ്ട് നമ്മൾ ഇൻറ്റഗ്രേഷൻ മെത്തേഡ് ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചെറിയൊരു DX എന്ന് പറയുന്ന എലമെൻ്റ് എടുത്തു. ഓക്കെ, DX എന്ന് പറയുന്ന എലമെൻ്റ് എടുത്തു. അറ്റ് എ ഡിസ്റ്റൻസ് X ഫ്രം ദ വയർ, അറ്റ് എ ഡിസ്റ്റൻസ് X വി ആർ ടേക്കിംഗ് എ സ്മോൾ ലെങ്ത് DX. ഓക്കെ, ആ DX എന്ന് പറഞ്ഞ ലെങ്ത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചെറിയ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടി പോവുക. DF is equal to, we know that I is the induced current di into length is ചെറിയ ലെങ്ത് ആണ് നമ്മൾ കൺസിഡർ ചെയ്തല്ലേ, therefore dx. ഓർക്ക് അതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I അല്ല, IDX ആണ്, സോറി I ഇൻഡ്യൂസ്ഡ് ആണ്, ആൻഡ് I is the current flowing through the wire XY. ഓക്കെ, ദിസ് എ സ്മോൾ ഫോഴ്സ് ആൻഡ് നമ്മളതിന് ഇക്വേഷൻ ബി എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഇൻഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്ത ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ എഴുതുമ്പോൾ μ0I/2πx. ഇവിടെ I തന്നെയാണ് ഈ കറണ്ട് ക്യാരിങ് വയർ കാരണം ഇവിടെ ഇവിടെ ഉള്ള ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് കൊടുത്തത്. ഇൻറ്റു ബാക്കി എന്തൊക്കെയുണ്ട്, I ഇൻഡ്യൂസ്ഡ് ഉണ്ട്, ഇൻറ്റു DX ഉണ്ട്. I ഇൻഡ്യൂസ്ഡ്. അപ്പോൾ രണ്ട് കറണ്ട് ഉണ്ട്, കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. I എന്ന് പറഞ്ഞ കറണ്ട് XY-ലൂടെ വയറിലൂടെ പോകുന്നു, ആൻഡ് I ഇൻഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ആ ലൂപ്പിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടാണ്. ദിസ് ഇസ് ദ സ്മോൾ ഫോഴ്സ്. ദെർഫോർ ടു ഫൈൻഡ് ദ total force you want to integrate this small force. I am substituting for that. Mu0 is constant, I into I induced is constant divided by 2 pi integral dx by x by x. ഇവിടുന്ന് എക്സിൻ്റെ ലിമിറ്റ് എന്തൊക്കെയാണ് നേരത്തെ ഡിസ്കസ് ചെയ്ത A മുതൽ A+L വരെ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എങ്ങനെയാണ്, μ0 I induced divided by 2 pi into ln x വരും, ലിമിറ്റ് കൊടുത്താൽ ln A+L by A. This is the equation. Okay, for the force. നോക്കൂ, ഓൾറെഡി നമ്മൾ I ഇൻഡ്യൂസിൻ്റെ ഇക്വേഷൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. μ0 IV/2πr into ln A+L by A. അതിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോഴ്സിൻ്റെ ലാസ്റ്റ് ഇക്വേഷൻ ശ്രദ്ധിക്കണം. ഫോഴ്സിൻ്റെ ലാസ്റ്റ് ഇക്വേഷൻ F is equal to, ഈ ടേംസ് എഴുതാൻ വേണ്ടി പോവുക, μ0 എഴുതി I ഡിവൈഡഡ് ബൈ ഇൻറ്റു I ഇൻഡ്യൂസ്ഡ് ഇത് വന്നു, ഇൻറ്റു μ0 വന്നു, അപ്പോൾ സ്ക്വയർ വന്നു, ഇൻറ്റു I വന്നു, സ്ക്വയർ വന്നു, V ഡിവൈഡ് ബൈ ഇവിടെ ഓൾറെഡി 2π ഉണ്ട്, ഇവിടെ 2πr വന്നു, 2π ഇൻറ്റു 2πr വന്നാൽ 4π സ്ക്വയർ, 2 ഇൻറ്റു 2 4, പൈ ഇൻറ്റു പൈ സ്ക്വയർ ഇൻറ്റു r വന്നു. അതുപോലെ ln A+L by A ഉണ്ട്, ln A+L by A ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ln സ്ക്വയർ A+L by A നമ്മുടെ ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. B² L² V/R എന്നുള്ള ആ ഫോർമാറ്റ് തന്നെയാണ് ഏകദേശം വരുന്നത്. ബട്ട് വേരിയബിൾ ആയതുകൊണ്ട് ആ ലോഗരിതം ടേം കൂടെ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An ideal inductor of inductance L is given, it's a 500, L is given, and a pure resistor of resistance R is given, are connected in series LR, context മനസ്സിലാക്കിയ series LR circuit ആണ്. To a battery of EMF 6 volt, EMF is given, and of negligible internal resistance through a switch. The switch is closed at a time t is equal to 0. സ്വിച്ച് ക്ലോസ് ആക്കി ഓൺ ആക്കി എന്ന് പറഞ്ഞാൽ അവിടെ കറണ്ടിൻ്റെ ഗ്രോത്തിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഫൈൻഡ് ദ മാക്സിമം ഓർ സ്റ്റഡി വാല്യൂ. മാക്സിമം ആവണ സമയത്ത് ആദ്യം കറണ്ടൊക്കെ നല്ലോണം ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടറിന് റോളുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞാൽ ഇൻഡക്ടറിന് റോളൊന്നുമില്ല. ഇൻഡക്ടർ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരുപോലെ തന്നെയാണ് അല്ലേ, അവിടെ നമ്മൾ റോളില്ല. സ്റ്റഡീസ് ചെയ്യുന്ന സമയത്ത് റെസിസ്റ്റൻസ് മാത്രമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Therefore maximum current, I am writing here, maximum current I is equal to EMF V divided by the resistance, and the voltage here it is എത്ര voltage EMF എത്ര 6 volt divided by the resistance here it is 100 ohm. Therefore you are getting it as current is equal to 0.06 ampere. First question asking for the maximum or steady value of current. Maximum current ആണ് ചോദിച്ചിട്ടുള്ളത്. Okay, what is the time constant tau for the circuit? This is A, and tau they are asking for tau switching on ആണെങ്കിലും ഓഫ് ആണെങ്കിലും L/R ആണ്. L is 500 and the resistance is 100 ohm. You are getting it as 0.05. Unit for
inductive time constant is second, therefore 0.05 second. Okay, direct substitution ആണ്. പക്ഷേ ലിസൺ അടുത്ത സിയും ഡി ഒന്ന് ശ്രദ്ധിക്കണേ. എന്താണ് സിയും ഡിയും പറയുന്നത്? Already you know that when the switch is closed, the current is increasing with respect to time and will reach the maximum value I0, where I0 is equal to V by R. ഈ കറണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരികയാണ്. Therefore see the question is like this: how long does it take for the current to rise to 50% of the maximum value? We know that switch on ആക്കിയതിന് ശേഷം 63.2% ആണുള്ള സമയത്ത് വിളിക്കുന്ന പേരാണ് inductive time constant, that is given as 0.05 second. Now they are asking for how much time it will take to increase the current from 0 to 50%. Okay, listen, 50% പറഞ്ഞാൽ ഹാഫ് ആണ്. അപ്പോൾ നമ്മൾ ഗ്രോത്തിൻ്റെ കേസിൽ കറണ്ട് ഗ്രോ ചെയ്യുന്ന സമയത്തുള്ള ഇക്വേഷൻ എഴുതുന്നു. I is equal to I0 into 1 minus e raised to minus RT by L. RT by L കൊടുക്കുക, അല്ലെങ്കിൽ T by tau എന്നുള്ള ഇക്വേഷൻ നമ്മൾ കുറച്ചും കൂടി നിങ്ങൾക്ക് tau നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. T by tau എന്നുള്ള ഇക്വേഷൻ കൊടുക്കുന്നു. It's given that എത്ര സമയം ടി ആണ് കാൽക്കുലേറ്റ് എത്ര സമയത്ത്, ഹൗ ലോങ്, ആൻഡ് വെൻ ഐ ഇസ് ഈക്വൽ ടു I0 by 2 ഹാഫ് 50% ആവാനുള്ള സമയമാണ് ചോദിച്ചത്. Therefore I am writing here I0 by 2 I0 into 1 minus e raised to minus t by tau. Okay, no. So I0 cancels. You are getting 1 by 2 here. 1 by 2 is equal to 1 minus e raised to minus t by tau. 1 minus half അങ്ങോട്ട് കൊണ്ടുവന്ന് ഈ എക്സ്പോണൻഷ്യൽ ടേം ഇപ്പുറം കൊണ്ടുവരുമ്പോൾ e raised to minus t by tau is equal to 1 minus 1 by 2, that is equal to 1 by 2, that is 2 raised to minus 1. Or simply you can write it as 1 by 2, that is ഇത് e raised to minus t by 2 that is 1 e raised to minus 1 by e raised to t by 2 നമ്മൾ മാറ്റി എഴുതുമ്പോൾ e raised to t by tau is equal to 2 എന്ന് എഴുതാം അല്ലേ. ഇത് 1 by 2 ആണ്, ഇത് 1 by e raised to plus t by 2. അപ്പോൾ e raised to plus t by 2 is equal to 2. നോക്കൂ, നമ്മൾ ഈ അടുത്ത സ്റ്റെപ്പിൽ എക്സ്പോണൻഷ്യൽ കളയാൻ എന്ത് ചെയ്യണം, ലോഗരിതം കാണണം. Therefore taking the natural logarithm you are getting it as t by tau is equal to ln 2, or time is equal to, listen, ln 2, natural logarithm of 2 എന്ന് പറഞ്ഞാൽ 0.693 ആണ്. 0.693 into tau, and tau is here 0.05 second. മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആ ടൈം കിട്ടും. ഓക്കെ, ടോയുടെ വാല്യൂ 0.05 സെക്കൻഡ് ആണ്. ഓക്കെ, tau നമ്മൾ വാല്യൂ മാറ്റുന്നു. tau is equal to 0.05, this much second. This is your answer for the Cth question. Okay, and find the potential difference across the inductor at t is equal to 0.1 second given value of e raised to minus 2 നമുക്ക് അറിയണ്ടാവില്ല. e raised to minus 2 is equal to 0.135 എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് ഡീത്ത് പാർട്ട് ചെയ്യുമ്പോൾ ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഇൻഡക്ടർ ആസ്കിംഗ് ഫോർ വി എൽ. അപ്പോൾ ദേ ആർ ആസ്കിംഗ് ഫോർ വി എൽ. ഡി ഇക്വേഷൻ നമുക്കറിയാം മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ഇൻഡക്ടർ നോൺ ആസ് ബാക്ക് EMF. ഓക്കെ, അറ്റ് ടൈം തന്നിട്ടുണ്ട്, ഗിവൺ e raised to minus 2 വാല്യൂ തന്നിട്ടുണ്ട്. എനിവേ ഈ ഗ്രോ ചെയ്യുന്ന സമയത്ത് കറണ്ടാണ്, കറണ്ട് ഇക്വേഷൻ നമുക്കറിയാം മൈനസ് എൽ കോൺസ്റ്റൻ്റ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് I0 ഇൻറ്റു 1 മൈനസ് e raised to minus t by 2 എന്നുള്ള ഇക്വേഷനാണ് ഇവിടെ കൊടുക്കാൻ വേണ്ടി പോണത്. അതിൽ നമ്മൾ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ I0 ഇൻറ്റു 1, ദാറ്റ് ഈസ് ഞാൻ ഇവിടെ മാറ്റി എഴുതുവാണ്. That is I0 into 1 is I0 and minus I0 into ഇങ്ങനെ ടേം വരുന്നു. ഓക്കെ, അതിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് I0 കോൺസ്റ്റൻ്റ് ആണ്, അത് ക്യാൻസൽ ആയി 0 ആയി പോകും. പിന്നെന്താ വരിക, ഡി ബൈ ഡി ടി ഓഫ് I0, ഓക്കെ നോ, I0 ഇൻറ്റു e raised to minus t by tau. e raised to ഓൾറെഡി അവിടെ മൈനസ് ഉണ്ട് അല്ലേ, ആ മൈനസും ഈ മൈനസ് കൂടെ പ്ലസ് ആയി. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് e raised to minus t by tau? ദാറ്റ് ഈസ് e raised to minus t by tau ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് t by 2 മൈനസ് t by 2 ആണ് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്കറിയാവുന്ന ചെയിൻ റൂൾ പോലെ ചെയ്യുന്നു. ഓക്കെ, ദർഫോർ ശ്രദ്ധിക്കുക, എൽ ഇവിടെ ഉണ്ട്, ഓൾറെഡി മൈനസ് ഉണ്ടായിരുന്നു. പിന്നെ ഡി ബൈ ഡി ടി ഓഫ് I0 is 0. ഡി ബൈ ഡി ടി ഓഫ് ദി സെക്കൻഡ് ടേം മൈനസും പ്ലസ് ആയി, മൈനസ് I0 കോൺസ്റ്റൻ്റ് പുറത്തെടുത്തു. അപ്പോൾ അതാണ് ഇവിടെ എൽ ഇൻറ്റു I0 വന്നിട്ടുള്ളത്. ഡെറിവേറ്റീവ് ഓഫ് e raised to minus t by tau ഈസ് e raised to minus t by tau ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി മൈനസ് t by tau, ദാറ്റ് ഈസ് മൈനസ് ഇൻറ്റു 1 by tau. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഇക്വേഷൻ വരുന്നത് എൽ ഇൻറ്റു I0 ഡിവൈഡ് ബൈ tau into e raised to minus t by tau.
ഓക്കെ, ഇതാണ് നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദി ഇൻഡക്ടർ ഡ്യൂറിങ് ദി ഗ്രോത്ത് ഓഫ് കറണ്ട് എന്നുള്ള കേസിൽ കിട്ടുന്ന ഇക്വേഷൻ. അത് നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി എൽ ഇസ് ഈക്വൽ ടു എൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 5. I0 നമുക്ക് നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 6/100, ദാറ്റ് ഈസ് 0.06 ഡിവൈഡഡ് ബൈ ടോയുടെ വാല്യൂ നമ്മൾ നേരത്തെ L/R 5/100 കണ്ടിട്ടുണ്ടായിരുന്നു 0.05 ഇൻറ്റു എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് T/τ. ടിയുടെ വാല്യൂ ടൈം എത്ര 0.1 ഡിവൈഡ് ബൈ നമ്മുടെ വാല്യൂ ഏതാണ് ടോ നമ്മൾ കണ്ടെത്തിയത് 0.05 എന്നുള്ളതാണ്. ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ വാല്യൂ കട്ട് ചെയ്ത് പോയിട്ട് e⁻² വരും തോന്നുന്നു. അത് കട്ട് ചെയ്ത് പോകുമ്പോൾ 110 ഡിവൈഡ് ബൈ 5/2 വന്നു. ഇത് e⁻² വരും. ദിസ് വിൽ ബി e⁻². e⁻² എന്നുള്ള ടേം വന്നു. ഓക്കെ, e⁻²ൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഈ 5 × 0.06 ഡിവൈഡ് ബൈ 0.05 ഇൻറ്റു 0.135 ചെയ്താൽ മക്കളുടെ ആൻസർ ആവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, എങ്കിൽ കൂടെ ഒന്നുകൂടെ പറയുന്നു. A road XY is connected, road XY connect ചെയ്യുന്നത്. It can move with the velocity v to a capacitor PQ. നമ്മൾ ഇതിൻ്റെ NCERT ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, എങ്കിൽ കൂടെ ഒന്ന് പെട്ടെന്ന് പറയുന്നു. The road is pulled out of the region. If the road is pulled out of the region, ഇത് ഇത്രയും യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അവിടുന്ന് it is taken out with a certain velocity v, then plate P aqueous posture. ഓപ്ഷൻസ് പറയുന്നത് രണ്ടിൻ്റെയും ചാർജസ് സിമിലർ ചാർജ് ആണ്, ഒരു ചാർജും ഇൻഡ്യൂസ് ചെയ്യുന്നില്ല. P പോസിറ്റീവ് P നെഗറ്റീവ് എന്നുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം പൊളാരിറ്റി കിട്ടും, എവിടെയാണ് പ്ലസ് എവിടെയാണ് മൈനസ് എന്ന് അറിയണമെങ്കിൽ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട് കാണാൻ നമ്മുടെ കയ്യിൽ ഫ്ലെമിങ്ങിൻ്റെ റൈറ്റ് ഹാൻഡ് റൂൾ ഉണ്ട്. റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് ഞാൻ ചെയ്യുന്നു. ഓക്കെ, ആ മെത്തേഡ് എപ്പോഴും ക്ലിയർ ആവണം. കണ്ടോ, ഇരിക്കുന്ന പോലെ പിടിച്ചു. ഷോ ദ ഫീൽഡ് ഈസ് ഇൻവേർഡ്. തമ്പ് കൊണ്ട് വെലോസിറ്റി കാണിച്ചു. കറണ്ട് ഈസ് മൂവിങ് അപ്വാർഡ്. ഇറ്റ്സ് മൂവിങ് ഫ്രം y to x. കണ്ടോ, ഇവിടെയാണ് y to x-ലാണ് കറണ്ട് മൂവ് ചെയ്യണത്. ഓക്കെ, ഓർഡിനറി കറണ്ട് മൂവ്സ് ഫ്രം positive negative, but this current moves from negative polarity to positive polarity because it will act like a cell പോലെ EMF active, EMF induce ചെയ്യും. EMF ൻ്റെ equation വരുന്നത് BLV, mostly EMF ൻ്റെ equation. Therefore I can say that P is positive and Q is this capacitor. Okay, the capacitor ആണ്. ഈ capacitor P is connected to positive of a cell, equivalent ആയിട്ട് സെല്ലിന് പോസിറ്റീവിനായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. Therefore P is positive and Q is negative. From the options, plate P acquires a positive charge while Q acquires an equal negative charge. ഇതൊരു പാസേജ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെയ്ത കഥയുമായി ബന്ധമുള്ള കാര്യങ്ങൾ തന്നെയാണ്, ബട്ട് ഒരു അപ്ലിക്കേഷൻ കുറച്ചുകൂടി ട്വിസ്റ്റഡ് ആയിട്ട് കുറച്ചുകൂടി ലെവൽ കൂടി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എ പെയർ ഓഫ് പാരലൽ ഹൊറിസോണ്ടൽ എന്ന് കാണാൻ ഇവിടെ രണ്ട് കണ്ടക്ടിങ് റെയിൽസ് ഓഫ് നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ആർ ഷോർട്ട് അറ്റ് വൺ എൻഡ്. ഈ എൻഡിൽ ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ഈസ് ഫിക്സഡ് ഓൺ എ ടേബിൾ, ഒരു ടേബിളിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ റെയിൽ ഈസ് L. ആ രണ്ട് പാരലൽ റെയിലുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് L ആണ്. എ കണ്ടക്ടിങ് മാസ്ലെസ് റോഡ് ഓഫ് റെസിസ്റ്റൻസ് R. ഇവിടെ ഈ മൂവബിൾ ആയിട്ടുള്ള റോഡ് ഉണ്ട്, അതിന് റെസിസ്റ്റൻസ് ഉണ്ട്, ബാക്കി ഭാഗത്തിന് റെസിസ്റ്റൻസ് ഇല്ല എന്ന്, നെഗ്ലിജിബിൾ റെസിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എ കണ്ടക്ടിങ് മാസ്ലെസ് റോഡ് ഓഫ് റെസിസ്റ്റൻസ് R can slide on the rails without friction. The rod is tied to a massless string which passes over a pulley fixed to the edge of the table. A mass M is tied to the other end of the string, hang vertically. A constant magnetic field Bx is perpendicular to the table. Magnetic field is passing into or out of. എന്തായാലും പെർപെൻഡിക്കുലർ ഫ്ലക്സ് ഉണ്ട് കേട്ടോ. ദ സിസ്റ്റം റിലീസ്ഡ് ഫ്രം റെസ്റ്റ് എന്നത് വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ the acceleration of the mass M moving in the downward direction. ആ മാസ് M താഴത്തെ മാസ് മൂവ് ചെയ്യുന്ന ആ ഒരു ഡൗൺവേർഡ് ഡയറക്ഷനിൽ വരുന്ന വെലോസിറ്റി ആക്സലറേഷനാണ് ചോദ്യം ഒന്നാമത്തത്. രണ്ടാമത്തത് വെലോസിറ്റി കൂടി അറ്റ് ലാസ്റ്റ് അച്ചീവ് എ വെലോസിറ്റി, കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, ദാറ്റ് ഈസ് നോൺ ആസ് ടെർമിനൽ വെലോസിറ്റി. അത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ദ ആക്സലറേഷൻ ഓഫ് ദി മാസ് M വെൻ ദ വെലോസിറ്റി ഓഫ് ദ റോഡ് ഈസ് ഹാഫ് ദ ടെർമിനൽ വെലോസിറ്റി. ഇത്ര ക്വസ്റ്റ്യനുകളാണ് ആ പാസേജുമായി ബന്ധമുള്ളത്. എനിവേ, നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഈ മാസ് എമ്മിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം താഴത്തേക്ക് എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വെയിറ്റ് mg ആക്ട് ചെയ്യുന്നുണ്ട്.
ഓക്കെ. അതുപോലെ മുകളിലോട്ടൊരു ടെൻഷൻ വരും. ഓക്കെ, ആ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെ റോഡ് മൂവ് ചെയ്യാനുള്ള ആ ഫോഴ്സാണ്. ഓക്കെ, ആ ഫോഴ്സിന് ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ എഴുതി കളിക്കണമെന്ന് കാര്യമില്ല തോന്നുന്നു. ILB നമ്മൾ കറണ്ട് EMFും മോസ്റ്റർ EMFിൻ്റെ കേസ് എല്ലാം ELB എല്ലാം BLB എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഫോഴ്സിൻ്റെ ഇക്വേഷൻ മറക്കണ്ട, B² L² V/R. ആ ഇക്വേഷനാണ് മുകളിലോട്ട് അത്തരം ഒരു ടെൻഷൻ, ആ ടെൻഷൻ സ്ട്രിങ്ങിൻ്റെ നമ്മുടെ റോഡ് മൂവ് ചെയ്യാനുള്ള ആ ഒരു ഒപ്പോസിഷനാണ് ഇത്രയും വരുന്നത്. therefore that is the force acting here. I mark it as tension. Okay, tension in the string is equal to the force required to move that road of length. എത്രയെന്ന് ലെങ്ത് അതിൻ്റെ L തന്നെയാണ്. therefore I am writing it as B² L² V/R. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആക്സലറേഷൻ എഴുതുമ്പോൾ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വെച്ച് അതിൻ്റെ ആക്സലറേഷൻ എഴുതുമ്പോൾ നമുക്കറിയാം നെറ്റ് ഫോഴ്സ് is equal to it's moving downward direction. therefore I am writing it as mg minus t, substituting which I am getting here ma is equal to mg minus B² L² V/R. okay, they are asking for the acceleration. okay, no, they are asking for the acceleration of the mass ആണ് ചോദിച്ചിട്ടുള്ളത്. therefore acceleration is equal to dividing by mass, you are getting g minus B² L² V/mr. this is the acceleration. okay, this is the acceleration. and second, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് the terminal velocity acquired by the road എന്നാണ്. properties of fluids പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫൈനൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയെ വിളിക്കുന്ന പേരാണെന്ത്? ടെർമിനൽ വെലോസിറ്റി അല്ലേ? നമുക്കറിയാം മഴത്തുള്ളി എന്നും തേങ്ങ വീഴുന്ന സമയത്ത് ആക്സലറേഷൻ ഉണ്ട്, മഴത്തുള്ളി അങ്ങനെയല്ല, ഇറ്റ്സ് മൂവിങ് വിത്ത് കോൺസ്റ്റന്റ് വെലോസിറ്റി. നമുക്കറിയാം ദാറ്റ് വെലോസിറ്റി ഇസ് നോൺ ആസ് ടെർമിനൽ വെലോസിറ്റി. ടെർമിനൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ്, യൂണിഫോം മോഷനാ, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ അനുസരിച്ച് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ഈ ഫോഴ്സ് 0 അല്ലെങ്കിൽ ആക്സലറേഷൻ 0 കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന വെലോസിറ്റിയെ വിളിക്കുന്ന പേരാ ടെർമിനൽ വെലോസിറ്റി. അപ്പോൾ ഞാനിവിടെ ചെയ്യുമ്പോൾ ഇതേ ഇക്വേഷനിൽ ആക്സലറേഷൻ 0 കൊടുക്കുന്നു, ഈ വെലോസിറ്റിയെ വിളിക്കുന്ന പേര് ടെർമിനൽ വെലോസിറ്റി. therefore ഈ ടേം ഇപ്പുറം വന്നു. I am going to write the equation here. ആക്സലറേഷൻ 0 കൊടുത്തപ്പോൾ 0 is equal to g minus B² L² Vt stands for terminal velocity divided by mr, from which I can calculate the terminal velocity as Vt is equal to minus ഇപ്പുറം വന്നിരുന്നു അങ്ങോട്ട് പോയി mrg divided by B² L². നമ്മൾ ഓപ്ഷൻസിലോട്ട് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് കിട്ടിയ ഇക്വേഷനിൽ g മൈനസ് B² L² V/mr ആയിരുന്നു നമ്മുടെ ആക്സലറേഷൻ കിട്ടിയിട്ടുള്ളത്. അതുപോലെ ടെർമിനൽ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ mrg ഡിവൈഡ് ബൈ B² L², mgr ഡിവൈഡ് ബൈ B² L², ഓപ്ഷൻ ഡി ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the acceleration of mass m when the velocity of the road is half the terminal velocity. When the velocity is half the terminal velocity, I can say that velocity is equal to Vt by 2. terminal velocity equation എന്തായിരുന്നു? mgr divided by B² L² ൻ്റെ പാതിയുള്ളൂ. ദിസ് ഈസ് ദ വെലോസിറ്റി. ആ സമയത്ത് ആക്സലറേഷൻ എന്ത് ചോദിച്ചാൽ ഈ വെലോസിറ്റി കണ്ടോ, ഈ വെലോസിറ്റി കൊണ്ടുപോയിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, നോ, ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. therefore you are getting the acceleration. therefore ലാസ്റ്റ് പാർട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇക്വേഷൻസ്, the acceleration is equal to g minus ഈ വെലോസിറ്റിക്ക് പകരം ഏത് ടേം കയറി വരും? വെലോസിറ്റിക്ക് പകരം mgr ഡിവൈഡഡ് ബൈ 2B² L². അതിൽ ഏതൊക്കെ ടേം ക്യാൻസൽ ചെയ്ത് പോവുക? B² L² കട്ട് ചെയ്ത് പോയി, mr കട്ട് ചെയ്ത് പോയി. യു ആർ ഗെറ്റിംഗ് g/2 ഹിയർ. ഓക്കെ, therefore acceleration is equal to g minus g/2. it will be equal to g/2. this is your answer. g/2 will be your answer. okay dear students, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കോമ്പറ്റന്റ് ഡിസ്കഷൻ്റെ സമയത്ത് ഈ ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് കംസ് അറൗണ്ട് 70ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ സമയത്ത് നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.